നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ കണ്ടന്റ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾ ഫിൽട്ടർ എന്ന് യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന കോപ്പിറൈറ്റ് എന്നൊരു ഓപ്ഷൻ. ഇത്തരത്തിൽ കോപ്പിറൈറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ചാനലിൽ നിലവിലുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അവർ ഇത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഏകദേശം 4 ക്ലെയിം എല്ലാം അവർക്ക് നേരത്തെ വന്നിരുന്നു. അതായത് 4 കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വന്ന് അവരുടെ ചാനൽ ഇപ്പോൾ ഡീമോണിറ്റൈസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മെസ്സേജാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് വി ആർ ഡിറ്റർമിൻഡ് ദാറ്റ് യുവർ ചാനൽ നോ ലോങ്ങർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മോണിറ്റൈസേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് നോക്കാം. നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം കൂടുതലായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്കതിന് ക്ലെയിം എല്ലാം ലഭിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലെയിം എല്ലാം വന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടന്റ് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ കോപ്പിറൈറ്റ് എന്ന് ഫിൽട്ടർ ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതായത് ആരെങ്കിലും ക്ലെയിം എല്ലാം റേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യുന്ന ചില ക്ലെയിമുകളെല്ലാം വരികയാണെങ്കിൽ കണ്ടന്റ് ID ക്ലെയിം എല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു മെയിലായെല്ലാം വരാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇത് പലരും ശ്രദ്ധിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ഇൻബോക്സിൽ ഒരുപാട് സ്പാം മെയിൽസ് എല്ലാം വരുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചില മെയിൽസ് എല്ലാം മിസ്സായി പോകാറെല്ലാം ഉണ്ട്. അതിനാൽ തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ കോപ്പിറൈറ്റ് എന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നോ മാച്ചിങ് വീഡിയോസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇത്ര വീഡിയോസിൽ ഇതിലൊരു പ്രോബ്ലവും നിലവിലില്ല. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും നിലവിൽ എനിക്ക് വന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ ചാനലിൽ ചെക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതായത് അവരുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ഡോളറൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവരുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആയെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ആഡ് റവന്യൂ ഒന്നും നമ്മുടെ ആഡ്സെൻസിലേക്ക് വരില്ല. അതായത് ഈ ആഡ് റവന്യൂ ഒന്നും നമുക്ക് ലഭിക്കില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദോഷമെന്ന് പറയുന്നത്. നിലവിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും നിങ്ങളുടെ പഴയ വീഡിയോസിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ട ഏതെങ്കിലും വീഡിയോസിലെല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും ക്ലെയിം എല്ലാം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇതെല്ലാം കറക്റ്റായി മോണിറ്റർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനലിന് ദോഷമൊന്നുമില്ലാതെ, അതായത് നമ്മുടെ ചാനൽ ഡീമോണിറ്റൈസ് ആവാതെയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ ചാനൽ ഈസ് നോട്ട് ഏണിംഗ് റൈറ്റ് നൗ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് താഴെയായി റീയൂസ്ഡ് കണ്ടന്റ് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം എല്ലാം വരാതിരിക്കാൻ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രോബ്ലം നമ്മുടെ ചാനലിലേക്ക് വരില്ല. കാരണം ഇവർക്ക് സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് 4 ക്ലെയിം വന്നതും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അതിനു വേണ്ട ആക്ഷനൊന്നും അവർ അവരുടെ ഭാഗത്തു നിന്നും ചെയ്തില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ റിപ്പീറ്റായി നമ്മുടെ കണ്ടന്റിൽ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം വരുന്നു. അതിന് ക്ലെയിം എല്ലാം വരികയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ട ആക്ഷൻ എല്ലാം കറക്റ്റ് സമയത്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും നമ്മുടെ ചാനലിൽ വരില്ല. ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ അവർക്ക് ക്ലെയിം വന്നിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം ഇതെല്ലാം നോക്കി ഇതിൽ എന്തുകൊണ്ടാണ് ഈ ക്ലെയിം വന്നിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യുക എന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മ്യൂസിക് എല്ലാം യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ ക്ലിപ്പിംഗ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തത് കൊണ്ടെല്ലാം നിങ്ങൾക്ക് ക്ലെയിം വരാം. നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇപ്പോൾ മ്യൂസിക് എല്ലാം ആണെങ്കിൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത്തരത്തിലെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 90 ദിവസത്തിന് ശേഷമാണ് വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഈ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുക. എന്നാൽ നമ്മൾ മോണിറ്റൈസേഷൻ റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
അതായത് ഇതുപോലെ കോപ്പിറൈറ്റ് കണ്ടന്റ് വല്ലതുമുണ്ടോ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് അതെല്ലാം ഫിക്സ് ചെയ്ത്, ഇനി ഫിക്സ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് നമ്മുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇതും നിങ്ങളുടെ ചാനലിൽ കംപ്ലീറ്റഡ് ആയിരിക്കണം. അതായത് 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി റീഅപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്